നമ്മളിന്ന് പറയാൻ പോകുന്നത് നാഷണൽ പവർ. വാട്ട് യു മീൻ ബൈ ദ ടേം നാഷണൽ പവർ ആൻഡ് എലമെൻറ്റ്സ് ഓഫ് നാഷണൽ പവർ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. നാഷണൽ പവർ ചോദിക്കുമ്പോൾ ആരും എഴുതുന്നുമില്ല. വളരെ ഈസി ആയിട്ട് ഒരു നേഷൻ്റെ താല്പര്യങ്ങളല്ല, നേഷൻ്റെ പവറിനെ സൂചിപ്പിക്കുന്ന ഫാക്ടേഴ്സ് എന്താണ്, നമ്മളെന്നും കാണുന്ന കാര്യങ്ങൾ തന്നെ അതിൽ വരുന്നുള്ളൂ. അതുപോലെ അതിന് മുമ്പ് നിങ്ങളോട് ഞാൻ സ്റ്റേറ്റ് സിസ്റ്റം എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് സ്റ്റേറ്റ് സിസ്റ്റം, ഒരു സ്റ്റേറ്റ് ഇന്ന് കാണുന്ന മോഡേൺ സ്റ്റേറ്റ് സിസ്റ്റം ഇവോൾവ് ചെയ്തത്. അതിൻ്റെ ക്യാരക്ടറൊക്കെ ചെറുതായി നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും, ഒന്ന് രണ്ട് പേരൊക്കെ അയച്ചു തുടങ്ങിയിട്ടുണ്ട്. അതും പഠിച്ചു വെച്ചേക്കണം. ഫീച്ചേഴ്സ് ഓഫ് സ്റ്റേറ്റ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോഡേൺ എന്നൊക്കെ ഉണ്ട്. പക്ഷേ സ്റ്റേറ്റ് സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചാൽ നിങ്ങൾ അത് എഴുതുന്നതിനോടൊപ്പം നാഷണാലിസം, സോവർണിറ്റിയും നാഷണൽ പവറും 3 ഫീച്ചറായിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. എന്തിൻ്റെ? സ്റ്റേറ്റ് സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, മോഡേൺ സ്റ്റേറ്റ് സിസ്റ്റത്തിൻ്റെ. ചിലപ്പോൾ എസ്സേ വരെയായിട്ട് തന്നെ ഇത് ചോദിക്കുന്നുണ്ട്. വാട്ട് ആർ ദ എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്റ്റേറ്റ് സിസ്റ്റം. 4 മാർക്കിന് ചോദിച്ചാലും വളരെ എളുപ്പം എഴുതാം. നാഷണാലിസം, സോവർണിറ്റിയും നാഷണൽ പവറുമാണ് എസെൻഷ്യലായി ഒരു സ്റ്റേറ്റ് സിസ്റ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. പിന്നെ ചോദിക്കാറുള്ളത്, എപ്പോഴും കാണുന്നത് ഇവല്യൂഷൻ ഓഫ് സ്റ്റേറ്റ് സിസ്റ്റമാണ്. ഇത് രണ്ടും നിങ്ങൾ വായിച്ച് നോക്കണം മുൻപുള്ള ആ പോർഷനിൽ നിന്നും. നാഷണൽ പവർ പറയുമ്പോഴേക്കും എന്താണ്, നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, പവർ ഓഫ് എ നേഷൻ. അതാണ് നാഷണൽ പവർ എന്ന് പറയുന്നത്. പവർ ഓഫ് എ നേഷൻ, ഒരു നേഷൻ്റെ പവറിനെയാണ് നമ്മൾ നാഷണൽ പവർ എന്ന് സൂചിപ്പിക്കുന്നത്. പവറിനെ എങ്ങനെയൊക്കെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം. കൺട്രോൾ ഓവർ ദ ഇൻഡിവിജ്വൽ ഓവർ അനദർ പേഴ്സൺ. അപ്പം നാഷണൽ പവർ എന്ന് പറയുമ്പോൾ കൺട്രോൾ ഓർ ദ എഫക്റ്റീവ് കൺട്രോൾ ഓഫ് എ നേഷൻ ബൈ അനദർ നേഷൻ എന്നും നമുക്ക് പറയാം നാഷണൽ പവറിനെ ഡിഫൈൻ ചെയ്യുമ്പോൾ. ഇനി ജോർജ് ഷവാർസൻബർഗർ ഒരു ഡെഫിനിഷൻ പറഞ്ഞിട്ടുണ്ട് നാഷണൽ പവറിനെ സംബന്ധിച്ച്. എന്താണ്? ഇറ്റ് ഈസ് എ കപ്പാസിറ്റി ടു ഇമ്പോസ് വൺസ് വിൽ ഓൺ അതേഴ്സ് ബൈ റിലയൻസ് ഓൺ ഇഫക്റ്റീവ് സാങ്ഷൻസ് ഇൻ കേസ് ഓഫ് നോൺ കംപ്ലയൻസ്. It is a capacity to impose one's will on another. തങ്ങളുടെ താല്പര്യം മറ്റൊരാളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നു. അതായത് ഒരു രാജ്യം തങ്ങളുടെ താല്പര്യം മറ്റൊരു രാജ്യത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കുന്നു. സമ്മതിക്കാതെ വന്നാൽ മറ്റ് നടപടികൾ എടുക്കുന്നു. അതാണ് നോൺ കംപ്ലയൻസ്. അനുസരിച്ചില്ലെങ്കിൽ മറ്റു നടപടികൾ എടുത്തിട്ടാണെങ്കിലും ശരി തങ്ങളുടെ അധികാരം മറ്റൊരാളിൽ കാണിക്കുന്നു. തങ്ങളുടെ താല്പര്യം മറ്റൊരാളുടെ മേൽ, മറ്റൊരു നേഷൻ്റെ മേൽ ഏൽപ്പിക്കുന്ന എന്തിനേയും നാഷണൽ പവർ എന്ന് വിളിക്കാം. ജോർജ് ഷവാർസൻബർഗർ ഡിഫൈൻഡ് നാഷണൽ പവർ ആസ് ദ കപ്പാസിറ്റി ടു ഇമ്പോസ് വൺസ് വിൽ ഓൺ അതേഴ്സ് ബൈ റിലയൻസ് ഓൺ ഇഫക്റ്റീവ് സാങ്ഷൻസ് ഇൻ കേസ് ഓഫ് നോൺ കംപ്ലയൻസ്. ആ ഡെഫിനേഷൻ ഇപ്പം തന്നെ പഠിക്കണം. ഇനി നാഷണൽ പവറിൻ്റെ എലമെൻസിലേക്കാണ് നമ്മൾ വരുന്നത്. അതിന് മുമ്പ് എച്ച് കാർ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, നാഷണൽ പവറിനെ നമുക്ക് 3 കാറ്റഗറിയിലാണ് കാണാൻ പറ്റുന്നത്. മിലിറ്ററി പവർ, എക്കണോമിക് പവർ ആൻഡ് പവർ ഓവർ പബ്ലിക് ഒപ്പീനിയൻ. മിലിറ്ററി പവർ എന്ന് പറയുമ്പോൾ ലാസ്റ്റ് യൂസ് ചെയ്യുന്നത്. എക്കണോമിക് പവർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മാർക്കറ്റ് കൺട്രോൾ ചെയ്യുന്നു, നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്നത്. ഇതെല്ലാം നമ്മളുടെ എക്കണോമിക് പവറാണ്. കൺട്രോൾ ഓവർ പബ്ലിക് ഒപ്പീനിയൻ അതുപയോഗിച്ചാണ് ജനങ്ങളുടെ അഭിപ്രായം ഗവൺമെൻറ്റിന് അനുകൂലമാക്കിയിട്ടാണ് നമ്മൾ ലീഡർഷിപ്പ് ക്വാളിറ്റി, സൈക്കോളജിക്കൽ വാർഫെയർ, നാഷണൽ മൊറൈൽ തുടങ്ങിയ നാഷണൽ പവറിൻ്റെ എലമെൻറ്റ്സ് നമ്മൾ റെഡിയാക്കി വെക്കാറുള്ളത്. അക്കോർഡിംഗ് ടു എച്ച് കാർ നാഷണൽ പവർ മേ ബി ഡിവൈഡഡ് ഇൻറ്റു എങ്ങനെയൊക്കെയാണ്? മിലിറ്ററി, രണ്ടാമത്തത് എക്കണോമിക് പവർ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. എക്കണോമിക് പവർ. മൂന്നാമത്തത് കൺട്രോൾ ഓവർ പബ്ലിക് ഒപ്പീനിയൻ എന്നുള്ളതും ആണ് നാഷണൽ പവറിനെ എച്ച് കാർ 3ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ഇനി വാട്ട് ആർ ദ എലമെൻറ്റ്സ് ഓഫ് നാഷണൽ പവർ? ഫസ്റ്റ് വൺ ഈസ് ജോഗ്രഫി. Geography remains a significant factor of national power. Despite the technological development of modern transportation and communication technology,
The geographical location of a state remains a fundamental factor of permanent importance, which the foreign policies of all nations must take into account. റിയലിസ്റ്റുകളെ സംബന്ധിച്ചിടത്തോളമാണ് ജോഗ്രഫി വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫാക്ടറാണ്. ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും ജോഗ്രഫി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ആണ്. ജോഗ്രഫിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? സൈസ് ഓഫ് ദ സ്റ്റേറ്റ്, ലൊക്കേഷൻ, ക്ലൈമറ്റ്, വെതർ, ഷേപ്പ്, ടോപ്പോഗ്രഫി, മാരിടൈം ബൗണ്ടറീസ്. ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏതൊക്കെയാണ്? സൈസ് ഓഫ് എ സ്റ്റേറ്റ്, ആ കൺട്രി സ്ഥിതി ചെയ്യുന്ന ഏരിയ, ക്ലൈമറ്റ് അല്ലേ, ക്ലൈമറ്റ് വലിയൊരു ഫാക്ടറാണ്. നമ്മൾ ക്ലൈമറ്റ്, നമ്മുടെയൊക്കെ കേരളത്തിൻ്റെ ക്ലൈമറ്റാണ് നമ്മളെ കുറേ അഗ്രികൾച്ചറിലൊക്കെ ഒരുപാട് ഡെവലപ്മെൻറ്റ് ഹെൽപ്പ് ചെയ്ത്. ഇന്ത്യയിൽ മൊത്തത്തിൽ തന്നെ നമുക്ക് വളരെ മോഡറേറ്റ് ആയൊരു ക്ലൈമറ്റ് നമുക്കുണ്ട്. അതായത് 6 മാസം തണുപ്പോ അങ്ങനെയൊന്നുമുള്ള ഭീകരമായ പ്രശ്നങ്ങളൊന്നും നമുക്കില്ല. ഇപ്പോഴാണ് നമുക്ക് ഓരോ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ കുറച്ച് പ്രോബ്ലംസ് വരുന്നത്. So geographical factors such as size of the state, geographical location, climate, weather, shape, ടോപ്പോഗ്രഫി, ഭൂമിയുടെ കിടപ്പ്, പിന്നെ മാരിടൈം ബൗണ്ടറീസ്, എന്താണ്? ഓഷ്യൻ, സീയും ഓഷ്യനും റിലേറ്റഡ് ആയിട്ടുള്ള ബൗണ്ടറീസ്. ഓൾ ദീസ് പോസസ് എ കൺസിഡറബിൾ ഇൻഫ്ലുവൻസ് ഓൺ ദ ഫോറിൻ പോളിസി ഓഫ് എ നേഷൻ. ഇതെല്ലാം തന്നെ ഒരു നേഷൻ്റെ ഫോറിൻ പോളിസിയെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അതുകൊണ്ടാണ് ഈവൻ ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ബ്രാഞ്ച് ഓഫ് സ്റ്റഡി തന്നെ നമുക്ക് ഉണ്ട്. അപ്പം അത്രയും മാത്രം ഓർത്താൽ മതി ജോഗ്രഫിയിൽ. നെക്സ്റ്റ് വൺ ഈസ് നാച്ചുറൽ റിസോഴ്സസ്. നാച്ചുറൽ റിസോഴ്സസ് ദാറ്റ് എ പർട്ടിക്കുലർ കൺട്രി ഈസ് എൻഡോവ്ഡ് വിത്ത് ഓൾസോ ഡിറ്റർമിൻ ദ നാഷണൽ പവർ. നാച്ചുറൽ റിസോഴ്സസ് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിങ്ങാണ്. നാച്ചുറൽ റിസോഴ്സസിനകത്ത് നമുക്ക് എന്തൊക്കെ വരും അല്ലേ? ഒരു രാജ്യത്ത് കിട്ടാവുന്ന റിസോഴ്സസ്, ആ നാച്ചുറൽ റിസോഴ്സസും എന്താണ് സൂചിപ്പിക്കുന്നത്? ഒരു കൺട്രിയുടെ പവറിനെയാണ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് ഈസ് ഫുഡ്. ഫുഡും ഒരു കൺട്രിയുടെ നാഷണൽ പവറിനെ സൂചിപ്പിക്കുന്ന അല്ലെങ്കിൽ കൂട്ടുന്ന ഒരു ഫാക്ടറാണ്. സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ്. മറ്റൊന്ന് പെർമനൻറ്റ് സ്കേഴ്സിറ്റി ഓഫ് ഫുഡ്, അതായത് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സിലും എല്ലാം ക്ഷാമം നേരിടുകയാണെങ്കിൽ അത് നമുക്ക് ഒരു നേഷനെ സ്ട്രോങ് ആക്കില്ല, വളരെയധികം വീക്ക് ആക്കുകയും ചെയ്യും. കൺട്രീസ് വിത്ത് സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് നീഡ് നോട്ട് വറി അബൌട്ട് ഫുഡ് ഫോർ ദെയർ പോപ്പുലേഷൻ ഈവൻ ഇൻ ടൈംസ് ഓഫ് ക്രൈസിസ്. നമുക്ക് ഫുഡിൽ സെൽഫ് സഫിഷ്യൻസി ഉണ്ടെങ്കിൽ ക്രൈസിസിൽ പോലും എന്ത് പ്രോബ്ലം ഉണ്ടായാലും നമുക്ക് പേടിക്കേണ്ട. അതുകൊണ്ടാണ് ഇന്ത്യയിലൊക്കെ നമ്മൾ 5-6 വർഷത്തേക്കുള്ള അരിയൊക്കെ നമ്മൾ ധാന്യങ്ങൾ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് കൺട്രീസ് വിത്ത് സെൽഫ് സഫിഷ്യൻസി ഇൻ ഫുഡ് നീഡ് നോട്ട് വറി അബൌട്ട് ഫുഡ് ഫോർ ദ പോപ്പുലേഷൻ ഇൻ ടൈംസ് ഓഫ് ക്രൈസിസ്. Next is raw materials. Raw materials also constitute an important one for industrial production. raw materialsൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നാഷണൽ പവർ കൂട്ടുന്നതിൽ. ഇപ്പം റോ മെറ്റീരിയൽസ് പീസ് ടൈമിലും ഉപയോഗപ്പെടും, വാർ ടൈമിലും യൂസ്ഫുള്ളാണ്. The control of raw materials such as uranium with which nuclear energy and weapons can be produced. യുറേനിയം നമുക്ക് കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ നാഷണൽ പവറിനെ കൂട്ടുന്നതാണ്. അതിന് കാരണം ന്യൂക്ലിയർ വെപ്പൺ വരെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ യുറേനിയം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മറ്റൊരു റോ മെറ്റീരിയൽ ഓയിൽ. മിഡിൽ ഈസ്റ്റ് കൺട്രീസിനെ ഇത്രമാത്രം പോപ്പുലർ ആക്കുന്ന ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഓയിൽ ആണ്. With the increasing industrialization, oil has become possesses an important role in international politics. It is an indispensable source of energy and it influences the power of a nation. That is why oil-producing countries have gained a lot of political and strategic importance and power in വേൾഡ് പൊളിറ്റിക്സ്. ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രീസിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. മിഡിൽ ഈസ്റ്റ് കൺട്രീസിനെല്ലാം ഇത്രയും സ്ട്രാറ്റജിക് ഇൻഫ്ലുവൻസ് ഉണ്ടായതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് എന്താണ്? ഓയിൽ പ്രൊഡ്യൂസിങ് കൺട്രീസ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പം റോ മെറ്റീരിയൽസും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. റോ മെറ്റീരിയൽസ് ക്യാൻ ബി യൂസ്ഫുൾ ഇൻ ബോത്ത് ഇൻ പീസ് ടൈം ആൻഡ് ഇൻ
ഡ്യൂറിങ് ദ മിഡ്സ്റ്റ് ഓഫ് വാർ. എക്സാമ്പിൾ നമ്മൾ യുറേനിയമാണ്, അതുപോലെ ഓയിലും അതുപോലെ റോ മെറ്റീരിയലാണ്. നെക്സ്റ്റ് വൺ ഈസ് ഇൻഡസ്ട്രിയൽ കപ്പാസിറ്റി. ഇൻഡസ്ട്രിയൽ കപ്പാസിറ്റിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. Industrial establishment is necessary to translate the potential power of resources into actual power by converting these into energy. Industrial development ഉണ്ടായാലേ റോ മെറ്റീരിയൽസ് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഡെവലപ്ഡ് കൺട്രീസ്, അതുകൊണ്ടാണ് ഡെവലപ്ഡ് കൺട്രീസ് ഇൻഡസ്ട്രിയലൈസേഷൻ്റെ പേരിൽ കൂടുതൽ പവർഫുൾ ആണ് ദാൻ ദ ഡെവലപ്പിംഗ് കൺട്രീസ്. കാരണം ഡെവലപ്പിംഗ് കൺട്രീസിൻ്റെ ഇൻഡസ്ട്രിയുടെ ബേസ് എന്ന് പറയുന്നത് അഗ്രോ ബേസ്ഡ് ഇൻഡസ്ട്രീസ് ആയിരിക്കാം. പക്ഷേ ഡെവലപ്ഡ് നേഷൻസ് അങ്ങനെയല്ല. ദേ ഹാവ് എ സോഫിസ്റ്റിക്കേറ്റഡ് ഇൻഡസ്ട്രിയൽ കപ്പാസിറ്റി. മാത്രവുമല്ല, ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് കൊണ്ടാണ് വെസ്റ്റേൺ നേഷൻസ് എപ്പോഴും തേർഡ് വേൾഡ് കൺട്രീസിന് മേൽ ഒരു സുപ്പീരിയോറിറ്റി കാണിച്ചുകൊണ്ടും ഇരിക്കുന്നത്. തേർഡ് വേൾഡ് കൺട്രീസ് ആർ ഡിപ്പെൻഡൻറ്റ് ഓൺ ദ ഇൻഡസ്ട്രിയലൈസ്ഡ് കൺട്രീസ് ഓഫ് ദ വെസ്റ്റ് ഫോർ മിലിറ്ററി ആൻഡ് ഇൻഡസ്ട്രിയൽ ടെക്നോളജി. And as a result of this dependence, it contributes the increase in political, economic and military power of great powers over small powers. ഗ്രേറ്റ് പവേഴ്സിൻ്റെ മിലിറ്ററി പവറും എക്കണോമിക് പവറും പൊളിറ്റിക്കൽ പവറും സ്മോൾ പവേഴ്സിൻ്റെ നേരെ കൂടാനുള്ള ഒരു കാരണം ഈ സുപ്പീരിയോറിറ്റി ഇൻ ഇൻഡസ്ട്രിയൽ കപ്പാസിറ്റിയാണ്. സോ industrial capacity is also very necessary to translate the potential power of resources into actual power by converting these resources into energy. It is very important in developing relationship between nations. Western countries have acquired superiority over developing third world countries due to this industrial capacity, because third world countries depend on these western countries for industrial knowledge and technical know-how. And as a result of this superiority, they exercise political, economic and military power of great powers over small powers. Is military preparedness. That is military preparedness ആണ്. National power is very dependent on military power. Military preparedness എന്ന് പറയുമ്പോൾ military establishment capable of supporting foreign policies. മറ്റൊന്ന് innovations in military technology. നല്ല രീതിയിൽ ടെക്നോളജി, യുദ്ധത്തിന് ഉപകരിക്കുന്ന സാധനങ്ങൾ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്യണം. മിലിറ്ററി ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റി ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ക്വാളിറ്റി ആൻഡ് ഓഫ് ദ സൈസ് ഓഫ് ദ ആംഡ് ഫോഴ്സസ്. 3 കാര്യങ്ങളാണ് മിലിറ്ററി പ്രിപ്പയർനെസ്സിൽ ഓർക്കേണ്ടത്. ഇന്നൊവേഷൻസ് ഇൻ മിലിറ്ററി ടെക്നോളജി. ഇന്നൊവേഷൻസ്, പുതിയ പുതിയ കണ്ടുപിടുത്തം മിലിറ്ററി ടെക്നോളജിയിൽ. ക്വാളിറ്റി ഓഫ് മിലിറ്ററി ലീഡർഷിപ്പ്, മിലിറ്ററി ലീഡർഷിപ്പിൻ്റെ ക്വാളിറ്റി. നെക്സ്റ്റ് ഈസ് ക്വാളിറ്റി ആൻഡ് സൈസ് ഓഫ് ആംഡ് ഫോഴ്സസ്. ആർമിയുടെയും നേവിയുടെയും എയർഫോഴ്സിൻ്റെയൊക്കെ ക്വാളിറ്റിയും സൈസും. ദീസ് 3 ഫാക്ടേഴ്സ് എൻഷുർ മിലിറ്ററി പ്രിപ്പയർഡ്നെസ് ഓഫ് എ നേഷൻ. അതിനാണ് ഓരോ നേഷൻസും ന്യൂക്ലിയർ വെപ്പൺസും കൂടുതൽ ബാലിസ്റ്റിക് മിസൈൽസും ഒക്കെ പ്രൊക്വയർ ചെയ്യാനായിട്ട് കൂടുതൽ ശ്രമം നടത്തുന്നത് ഈ മിലിറ്ററി പ്രിപ്പയർഡ്നെസ്സിന് വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് ഈസ് പോപ്പുലേഷൻ. പോപ്പുലേഷനും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. പോപ്പുലേഷനകത്ത് തന്നെ നമുക്ക് പറയാവുന്നതാണ് സൈസ് ഓഫ് ദ പോപ്പുലേഷൻ, നാഷണൽ ക്യാരക്ടർ, നാഷണൽ മൊറൈൽ, ക്വാളിറ്റി ഓഫ് ഡിപ്ലോമസി ആൻഡ് ഗവേണൻസ്. ഇതെല്ലാം പോപ്പുലേഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. സോ സൈസ് ഓഫ് ദ പോപ്പുലേഷൻ ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ. ഇഫ് ദ സൈസ് ഓഫ് ദ പോപ്പുലേഷൻ ഇസ് വെരി ലാർജ്, ദെൻ ദ ഗ്രേറ്റർ ദ പവർ ഓഫ് എ സ്റ്റേറ്റ്. ബട്ട് സൈസ് കൊണ്ട് മാത്രം കാര്യമില്ല, ദ ക്വാളിറ്റി ഓഫ് ദ പോപ്പുലേഷൻ ഈസ് ഓൾസോ വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം എ നേഷൻ cannot be of the first rank without a population sufficiently large to create and apply the material implements of national power. നമുക്ക് നാഷണൽ പവർ, നമുക്ക് നല്ല ഇൻഡസ്ട്രിയൽ കപ്പാസിറ്റി ഉണ്ടാവണം, മിലിറ്ററി പ്രിപ്പയർഡ്നെസ് ഉണ്ടായിരിക്കണം, ഓരോരോ ഫാക്ടേഴ്സും നമുക്കുണ്ട്. അത്രയും എല്ലാം ക്വാളിറ്റിയുള്ള പോപ്പുലേഷൻ, ഇതെല്ലാം നടപ്പിൽ വരുത്താൻ ക്വാളിറ്റിയുള്ള പോപ്പുലേഷനും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. ക്വാളിറ്റിയുള്ള പോപ്പുലേഷൻ ഇല്ലെങ്കിൽ നമുക്കതുകൊണ്ട് പ്രയോജനം ചെയ്യത്തില്ല. അതാണ് സൈസ് ഓഫ് ദ പോപ്പുലേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. If the country have a large number of population, then that country can be considered as a strong nation. Also, the quality of the population capable to implement these elements of national power is also very important. Next is national character. നാഷണൽ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ടോട്ടലി നമ്മുടെ ആ പോപ്പുലേഷൻ്റെ ഒരു ക്യാരക്ടറിനെയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. ദോസ് പോപ്പുലേഷൻ വിച്ച് സപ്പോർട്ട് ഓൾ ദ പോളിസീസ് ഓഫ് ദ ഗവൺമെൻറ്, പബ്ലിക് ഒപ്പീനിയൻ എല്ലാം വരും, എലക്ടിങ് പേഴ്സൺസ് ഇതെല്ലാം വരും. അപ്പം ഗവൺമെൻറ്റിൻ്റെ പോളിസീസ്, ഒരു നേഷൻ്റെ പോളിസീസെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു
പോപ്പുലേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ നാഷണൽ ക്യാരക്ടറും എന്തായിട്ട് വരും, നാഷണൽ പവറിൻ്റെ ഒരു എലമെൻ്റായിട്ടും നേഷനെ കൂടുതൽ സ്ട്രോങ് ആക്കാനും സാധിക്കും. ദ എക്സിസ്റ്റൻസ് ഓഫ് നാഷണൽ ക്യാരക്ടർ ഈസ് എ കണ്ടസ്റ്റഡ് ഫിനോമിനൻ. ചിലർ നാഷണൽ ക്യാരക്ടർ ഇല്ല എന്നും അഭിപ്രായപ്പെടുന്നുണ്ട്. റിയലിസ്റ്റുകൾ, നമുക്കറിയാമല്ലോ റിയലിസ്റ്റുകൾ പവർ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയുന്ന മോർഗൻതോ ഉൾപ്പെടെയുള്ള റിയലിസ്റ്റുകൾ നാഷണൽ ക്യാരക്ടർ ഇല്ല എന്നാണ് അഭിപ്രായപ്പെടുന്നത്. കാരണം ജനങ്ങളുടെ ഒപ്പീനിയൻ ഒരു ഫാക്ടറേ അല്ല, ഇറ്റ് ഈസ് എ നേഷനും ലീഡർഷിപ്പ് ക്വാളിറ്റിയുമാണ് ഡിസൈഡ് ചെയ്യുന്നത്. എങ്കിലും നാഷണൽ ക്യാരക്ടർ എന്ന് പറയുമ്പോൾ ദ സപ്പോർട്ട് of the people or the opinion of the people regarding the activities of the nation, അതിനെയാണ് നമ്മൾ നാഷണൽ ക്യാരക്ടർ എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ഈസ് നാഷണൽ മൊറൈൽ. നാഷണൽ മൊറൈൽ എന്ന് പറയുമ്പോൾ നാഷണൽ ക്യാരക്ടർ നമ്മൾ പറഞ്ഞത് ഒപ്പീനിയൻ ഓഫ് ദ പീപ്പിൾ റിഗാർഡിംഗ് ദ പോളിസീസ് ഓഫ് എ നേഷൻ എന്നാണ്. നേരെ മറിച്ച് നാഷണൽ മൊറൈൽ എന്ന് പറയുമ്പോൾ ദ ഡിഗ്രി ഓഫ് ദ ഡിറ്റർമിനേഷൻ വിത്ത് വിച്ച് എ നേഷൻ സപ്പോർട്ട് ദ ഫോറിൻ പോളിസീസ് ഓഫ് ഇറ്റ്സ് ഗവൺമെൻറ് ഇൻ പീസ് ആൻഡ് വാർ. Degree of determination with which a nation supports the foreign policies of its government in peace and war. പീസ് ടൈമിലും സമാധാന കാലത്തും യുദ്ധകാലത്തും എന്താണ്, എത്രമാത്രം ആ രാജ്യത്തെ ജനങ്ങൾ ആ രാജ്യത്തിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് നാഷണൽ മൊറൈൽ. It is a degree of determination with which a nation supports the foreign policies of its government in peace and war. So national morale is very important and it provides a moral support to the nation during the time of crisis. ക്രൈസിസ് ടൈമിൽ ഈ നാഷണൽ മൊറൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാഷണൽ മൊറൈൽ will help, positive national morale will help in increasing the power of a nation. Next is quality of diplomacy. Quality of diplomacy എന്ന് പറയുമ്പോൾ എന്താണ്, ഡിപ്ലോമസി എന്ന് പറയുമ്പോൾ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള റിലേഷൻസിനെ നിയന്ത്രിക്കുന്ന ഫാക്ടേഴ്സാണ്. ഇറ്റ് ഇസ് എ മാനേജ്മെൻറ്റ് ഓഫ് ഇൻ്റർനാഷണൽ റിലേഷൻസ് ബൈ മീൻസ് ഓഫ് നെഗോസിയേഷൻ. It is a method by which the relations are adjusted and managed by ambassadors. അല്ലേ, അംബാസഡേഴ്സും ഡിപ്ലോമാറ്റ്സും എല്ലാം തന്നെ രണ്ട് രാജ്യങ്ങളുടെ റിലേഷൻഷിപ്പ് മാനേജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഡിപ്ലോമസി എന്ന് വിളിക്കുന്നത്. Among all the elements of national power, diplomacy is the most important. It is a management of international relations by means of നെഗോസിയേഷൻ വഴി രണ്ട് രാജ്യങ്ങൾ തമ്മിൽ സംസാരിച്ച് തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഏറ്റവും ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് നൺ അതർ ദാൻ ഡിപ്ലോമസി. It's a method by which these relations are adjusted and managed by ambassadors. It's a business or art of a diplomat. ക്വിൻസി റൈറ്റ് എന്ന് പറയുന്ന ഫിലോസഫർ, ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിലെ ഫിലോസഫർ ഡിപ്ലോമസിയെ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ക്വിൻസി റൈറ്റ് ഡിഫൈൻസ് ഡിപ്ലോമസി ആസ് ദ ആർട്ട് ഓഫ് നെഗോസിയേഷൻ ഇൻ ഓർഡർ ടു അച്ചീവ് ദ മാക്സിമം ഗ്രൂപ്പ് ഒബ്ജക്റ്റീവ് വിത്ത് മിനിമം കോസ്റ്റ്. മാക്സിമം ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യണം മിനിമം കോസ്റ്റിലൂടെ. കുറച്ച് മുതൽ മുടക്ക് മാക്സിമം ഫലം ലഭിക്കണം. Diplomacy is an art of negotiation in order to achieve the maximum of group objective with a minimum of cost. Diplomacy provides direction to national power. അപ്പോൾ നാഷണൽ പവറിന് ഒരു ഡയറക്ഷൻ കൊടുക്കുന്നത് ആരാണ്? ഡിപ്ലോമസിയാണ്. ഡിപ്ലോമസി ഇസ് ദ ബ്രെയിൻ ഓഫ് നാഷണൽ പവർ. ഡിപ്ലോമസിയെ നാഷണൽ പവറിൻ്റെ തലച്ചോറായിട്ട് നമുക്ക് പറയാം. നാഷണൽ പവറിൻ്റെ ആത്മാവായിട്ട് നമ്മൾ പറയുന്നത് അപ്പോഴാരെയായിരിക്കും? നാഷണൽ മൊറൈലിനെ ആണ്. Diplomacy is considered as the brain of national power and national morale is the soul of national power. So a high quality diplomacy will increase the power of a nation. ഒരു നേഷൻ്റെ പവർ ഒരു ഹൈ ക്വാളിറ്റി ഡിപ്ലോമസി ആണെങ്കിൽ ഇറ്റ് വിൽ ഇൻക്രീസ് ദ പവർ ഓഫ് എ നേഷൻ. അതാണ് ക്വാളിറ്റി ഓഫ് ഡിപ്ലോമസി എന്ന് പറയുന്നത്. ഡിപ്ലോമസി എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ഇറ്റ്സ് എ മാനേജ്മെൻറ്റ് ഓഫ് ഇൻ്റർനാഷണൽ റിലേഷൻസ് ബൈ മീൻസ് ഓഫ് നെഗോസിയേഷൻ. ഓക്കെ,
പിന്നെ ക്വിൻസി റൈറ്റിൻ്റെ ഡെഫിനിഷനും ഓർക്കുക, ഇറ്റ്സ് എൻ ആർട്ട് ഓഫ് നെഗോസിയേഷൻ in order to achieve the maximum group objective with a minimum cost. So it is considered as the brain of national power. Next is quality of government. Good government is an essential element of national power because a government has to strike a balance between available national resources. A government has to strike a balance between available national resources and the objectives and methods of its foreign policy. നമുക്കുള്ള റിസോഴ്സസ് വെച്ച് കറക്റ്റായിട്ട് നല്ല രീതിയിൽ രാജ്യത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഗവൺമെൻറ് നാഷണൽ പവറിനെ കൂട്ടുന്ന ഒരു ഫാക്ടറാണ്. In other words, its foreign policy and goals have to be commensurate with the resources at disposal so that the chances of success in foreign policy are optimized. അത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ആ സെൻസ് ഒന്ന് പഠിക്കണം. The government has to strike a balance between available national resources and objectives and methods of its foreign policy. Secondly, the government has to maintain a balance between available national resources in the pursuit of its foreign policy. അവൈലബിൾ ആയിട്ടുള്ള എത്ര നാഷണൽ റിസോഴ്സ് ഉണ്ടെങ്കിലും അതെല്ലാം വെച്ച് ഫോറിൻ പോളിസിയെ നല്ല നിലയിൽ കൊണ്ടുപോകുന്ന ഒരു സക്സസ്ഫുൾ ഗവൺമെൻറ് നാഷണൽ പവറിനെ കൂട്ടിക്കൊണ്ടിരിക്കും. സക്സസ്ഫുൾ ഗവൺമെൻറ് ഉണ്ടെങ്കിലേ നല്ല മിലിറ്ററി ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ, നല്ല നാഷണൽ ക്യാരക്ടർ മൊറയിൽ ഉണ്ടാകത്തുള്ളൂ, നല്ല ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. അതിൻ്റെ എല്ലാം ബേസിക്കായ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ഇറ്റ്സ് ദ ക്വാളിറ്റി ഓഫ് ദ ഗവൺമെൻറ് ആൻഡ് ഗുഡ് government is an essential element of national power. ഇത്രയേ ഉള്ളൂ ഇതിനകത്തുള്ള നാഷണൽ പവറിൻ്റെ എലമെൻറ്റ്സ്. അതിനുശേഷം ടെക്നിക്സ് ആണ് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, നാഷണൽ പവർ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഡിപ്ലോമസി യൂസ് ചെയ്യുന്നുണ്ട്, അത് പറഞ്ഞു. എക്കണോമിക് സാങ്ഷൻസ് എന്ന് പറയുമ്പോൾ മറ്റൊരു രാജ്യം നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല എങ്കിൽ നമ്മൾ ആ രാജ്യത്തിൽ നേരെയുള്ള ഹെൽപ്പുകളൊക്കെ നിർത്തിവെക്കും. ചിലപ്പം ടെക്നോളജി നമ്മൾ ആ രാജ്യത്തിന് കൈമാറത്തില്ല, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ വരും. ഇനി ഈവൻ ഫൈനൽ തിങ്സിൽ നമ്മളൊരു അറ്റാക്ക് വരെയും നടത്തിയാണ് എന്ത് ചെയ്തത്, നമ്മുടെ നാഷണൽ പവർ എക്സസൈസ് ചെയ്യാറുള്ളത്. ഇവിടെ നാഷണൽ പവറിൻ്റെ എലമെൻറ്റ്സ് ആയിട്ട് ഇവിടെ പറഞ്ഞത് നമ്മൾ ജോഗ്രഫിക്കകത്ത് സൈസ് ഓഫ് എ സ്റ്റേറ്റ്, ലൊക്കേഷൻ, ക്ലൈമറ്റ്, വെതറും ഒക്കെ പറഞ്ഞു. വേണമെങ്കിൽ ഈ ലൊക്കേഷൻ, ക്ലൈമറ്റും ഒക്കെ ഓരോ സെൻറ്റൻസ് ആയിട്ട് എഴുതാൻ പറ്റുന്ന കാര്യമാണ്. സൈസ് ഓഫ് എ കൺട്രി എന്ന് പറയുമ്പോൾ ലാർജ് കൺട്രി ഈസ് വെരി യൂസ്ഫുൾ ഫോർ ഇൻക്രീസിങ് നാഷണൽ പവർ എന്നൊക്കെ പറഞ്ഞ് ഓരോ സെൻറ്റൻസ് എഴുതാം. അപ്പോൾ അതിനോടൊത്ത് ഓർക്കേണ്ട ഒരു കാര്യം, നെപ്പോളിയൻ പറഞ്ഞൊരു സെൻറ്റൻസ് ഉണ്ട്, ദ ജോഗ്രഫി ഓഫ് എ കൺട്രി ഓർ ദ ഫോറിൻ പോളിസി ഓഫ് എ കൺട്രി ഈസ് ഡിറ്റർമിൻഡ് ബൈ ഇറ്റ്സ് ജോഗ്രഫി. ഒരു രാജ്യത്തിൻ്റെ ഫോറിൻ പോളിസി ഡിറ്റർമിൻ ചെയ്യുന്നത് ജോഗ്രഫി വഴി ആണ്. So geographical has an important factor in determining the national power of a state. Size of a country, topography, climate, ഇതൊക്കെ തന്നെ നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് 2 സെൻറ്റൻസ് ഒക്കെ എഴുതി കൂടുതൽ പോയിൻ്റ് ആഡ് ചെയ്യാം എസ്സേ വന്നു കഴിഞ്ഞാൽ. ക്ലൈമറ്റ് എന്ന് പറയുമ്പോൾ എന്തെഴുതാം, എക്സ്ട്രീം ക്ലൈമറ്റ് ആണെങ്കിൽ അത് രാജ്യത്തിൻ്റെ പവറിനെ ബാധിക്കും. മീഡിയം ക്ലൈമറ്റ് ആയിരിക്കും ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ളത്. ടെമ്പറേറ്റ് ക്ലൈമറ്റ് റീജിയനിലാണ് ഗ്രേറ്റ് സിവിലൈസേഷൻ ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഇതൊക്കെ ക്ലൈമറ്റിൽ പറയാവുന്ന കാര്യങ്ങളാണ്. ഗ്രേറ്റ് സിവിലൈസേഷൻ ഓഫ് ദ വേൾഡ് ഹാവ് ഡെവലപ്ഡ് ഇൻ ടെമ്പറേറ്റ് ക്ലൈമറ്റ്. അപ്പം എക്സ്ട്രീം ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നല്ലൊരു ഡെവലപ്മെൻറ്റോ നാഷണൽ പവറോ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വേണമെങ്കിൽ രണ്ടത്തിനകത്തെ സൈസ് ഓഫ് ദ കൺട്രി, ക്ലൈമറ്റും ഒക്കെ എടുത്ത് നമുക്ക് വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് എഴുതാവുന്ന കാര്യമേ ഉള്ളൂ. ബാക്കി എല്ലാം തന്നെ ഇതിൽ വന്നിട്ടുണ്ട്. നാച്ചുറൽ റിസോഴ്സസ്, റോ മെറ്റീരിയൽസ്, ഇൻഡസ്ട്രിയൽ കപ്പാസിറ്റി, മിലിറ്ററി പ്രിപ്പയർഡ്നെസ്, നാഷണൽ ക്യാരക്ടർ, ക്വാളിറ്റി ഓഫ് ഡിപ്ലോമസി, ക്വാളിറ്റി ഓഫ് ഗവൺമെൻറ് വന്നു. പിന്നെ എഴുതാവുന്ന വേണമെങ്കിൽ ഐഡിയോളജി, ചില ഐഡിയോളജീസ് ചിലപ്പോൾ നേഷൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. പിന്നെ ക്വാളിറ്റി ഓഫ് ലീഡർഷിപ്പ്, ക്വാളിറ്റി ഓഫ് ഗവൺമെൻറ് എഴുതിയിട്ടുണ്ട് നമ്മൾ. വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ക്വാളിറ്റി ഓഫ് ലീഡർഷിപ്പ് പറയണം. ക്വാളിറ്റി ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയുമ്പോഴേക്കും ദ ലീഡേഴ്സ് ഹാവ് ദ റൈറ്റ് ടു ടേക്ക് ഡിസിഷൻസ് ഫ്രം ടൈം ടു ടൈം ഓൺ വിച്ച് ദ റൈസ് ആൻഡ് fall of a nation very much depend. The leaders have the right to take decisions from time to time on which the rise and fall of a nation very much. അതാണ് ക്വാളിറ്റി ഓഫ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ക്യാച്ചി സ്ലോഗൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം, അതും ക്വാളിറ്റി ഓഫ് ലീഡർഷിപ്പിൻ്റെ ഇമ്പാക്റ്റേഴ്സാണ്. അതാണ് നമ്മുടെ ഓരോ ഗവൺമെൻറ്റും ഓരോരോ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ
സ്വച്ഛ ഭാരത് നമ്മുടെ ഒരു സെൻട്രൽ ഗവൺമെൻറ് സ്റ്റാർട്ട് ചെയ്ത പ്രോഗ്രാമിനിട്ട പേരല്ലേ. ജനങ്ങളെ അട്രാക്റ്റ് ചെയ്യാനാണ് അത്തരം ക്യാച്ചി സ്ലോഗൻസും ഫ്രേസസും ഓരോ പ്രോഗ്രാമിനും ഓരോ പേരിടുന്നത്. കേരള ഗവൺമെൻറ് എടുത്താൽ ഇങ്ങനെ ഓരോന്നിനും ഓരോ പ്രോഗ്രാംസിനും പേരിൻ്റെ ഇടുന്ന ഉദ്ദേശം തന്നെ എന്താണ്? ടു പ്രൊവൈഡ് എ ക്യാച്ചി സ്ലോഗൻസ് ആൻഡ് ടു ഇൻഫ്ലുവൻസ് പീപ്പിൾ. അത് ക്വാളിറ്റി ഓഫ് ലീഡർഷിപ്പിൽ ക്വാളിറ്റി ഓഫ് ഗവൺമെൻറ് കൂടാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ വേണ്ടി ഞാൻ പറയുന്നേ ഉള്ളൂ. മിനിമം ഇത്രയെങ്കിലും പഠിക്കുക. ഓക്കെ, ക്വാളിറ്റി ഓഫ് ഗവൺമെൻറ് കൂടാതെ എഴുതേണ്ടവർക്ക് വേണമെങ്കിൽ ക്വാളിറ്റി ഓഫ് ലീഡർഷിപ്പും പിന്നെന്താ സൈസ് ഓഫ് എ കൺട്രി, ക്ലൈമറ്റ്, ടോപ്പോഗ്രഫി ഒക്കെ വേണമെങ്കിൽ സെപ്പറേറ്റ് ചെയ്ത് എഴുതാവുന്നതാണ്. ഓക്കെ, ബാക്കി ഇതെല്ലാം തന്നെ ഇതിനകത്ത് വന്നിട്ടുണ്ട്. മിനിമം ഒരു എസ്സേ വന്ന ഒരു 15 പോയിൻ്റ് ആക്കി നിങ്ങൾ എഴുതാൻ നോക്കണം. ഇതിൽ നമുക്ക് ഏകദേശം ഒരു 12 പോയിൻ്റ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. 12 പോയിൻ്റ് വന്നിട്ടുണ്ട്. പിന്നെ വേണമെങ്കിൽ നമുക്ക് പോയിൻ്റ് കൂട്ടാൻ അന്നേരം ക്ലൈമറ്റും ലൊക്കേഷനും ഒക്കെ എഴുതാം. ക്വാളിറ്റി ഓഫ് ലീഡർഷിപ്പും ഒക്കെ എഴുതി 15 പോയിൻ്റ് ആക്കാൻ പറ്റും. ഓക്കെ, ഇത്രയേ ഉള്ളൂ. നാഷണൽ പവറിൻ്റെ എലമെൻറ്റ്സ് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഈസി ആയിട്ട് കാര്യം മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടേതായ സെൻസിൽ എഴുതാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. നാഷണൽ പവർ കംപ്ലീറ്റ് ആകുന്നതോടുകൂടി നമ്മുടെ ആ മൊഡ്യൂൾ 3rd മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്.